എത്ര മെലിഞ്ഞവരുടെയും ശരീരഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് നമ്മുടെ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ ശരീരം മുഴുവൻ നന്നായിട്ട് നിറം വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണിത്. ഇത് കുട്ടികൾക്കായാലും അതുപോലെ മുതിർന്നവർക്കായാലും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് 100% റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. ഓൾറെഡി നമ്മൾ ഒരുപാട് വെയിറ്റ് ഗെയിൻ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് അതുകൂടി ഒന്ന് കണ്ടു നോക്കട്ടെ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വെയിറ്റ് ഗെയിൻ, ഈ ഒരു സ്മൂത്തി നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടതെന്ന് നോക്കാം. ഇത് റെഡിയാക്കി എടുക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പാലാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ പാൽ നിങ്ങൾ ചൂടാക്കിയിട്ട് ആ ഒരു ചൂട് മാറിയിട്ടുള്ള പാൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾ മുതിർന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പച്ചപ്പാൽ നിങ്ങൾ കുടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽ ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചൂട് മാറിയിട്ട് എടുക്കുക. കുട്ടികൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ പാൽ ചൂടാക്കിയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇനി തണുത്ത പാൽ കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ചൂടാക്കി ആ ഒരു ചൂട് മാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാലും നിങ്ങൾക്ക് എടുക്കാം. ഇത് ഒരുപാട് പേർക്കുള്ള ഡൗട്ട്സാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പാലെടുക്കുക. ഞാനിപ്പോൾ 1.5 കപ്പോളം പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരാൾക്കുള്ള അളവാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് പാലെടുക്കുക. പിന്നെ ഇതിലൂടെ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ബനാനയാണ്. നമ്മുടെ വെയിറ്റ് ഗെയിനിന് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ബനാന. ഇത് നിങ്ങൾക്ക് കുഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് 2 വരെ എടുക്കാം, വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മീഡിയം സൈസ് എടുക്കാവുന്നതാണ്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതിലോട്ട് ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ബനാന എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പീനട്ട്സ് ആണ്. പീനട്ട്സ് ഒരു കൈപ്പിടിയോളം എടുക്കുക കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പീനട്ട്സ് നിങ്ങൾക്ക് വറുത്തതെടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ച പീനട്ട്സ് എടുക്കാം. അത് ജസ്റ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് രണ്ടിൽ ഏതായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒരു കൈപ്പിടി ആ ഒരു അളവിൽ നിങ്ങൾക്ക് എടുക്കുക. പിന്നെ നിങ്ങൾ ഇതിലോട്ട് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് റാഗിയുടെ കുറുക്കാണ്. ഞാനിപ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം റാഗി ഇച്ചിരി വെള്ളവും ചേർത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കുറുക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. റാഗിയുടെ കുറുക്ക് നിങ്ങൾ റെഡിയാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ നമുക്ക് 2-3 ദിവസം വരെ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കുറുക്ക് നിങ്ങൾ റെഡിയാക്കിയിട്ട് ഇതിൽ നിന്നൊരു 2.5 ടേബിൾ സ്പൂണോളം വേണം നമ്മൾ റാഗിയുടെ കുറുക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ വെയിറ്റ് ഗെയിനിന് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണിത്. അപ്പോൾ നിങ്ങൾക്കിത് പൗഡറൊക്കെ നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾ പൗഡർ ആക്കിയിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഇതുപോലെ ഇത് കുറുക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മാതളാണ്. ഇത് ഞാൻ ഏകദേശം ഒരു പിടിയോളം മാതള എടുത്തിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് അതിന് ജ്യൂസാക്കി എടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം മാതളത്തിലുള്ള ആ ഒരു കുരു നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ജ്യൂസാക്കിയിട്ട് തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഡയറക്റ്റായിട്ട് നിങ്ങൾ അരച്ച് കുടിക്കാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ ജ്യൂസ് ഇതുപോലെ എടുത്തിട്ട് ഈ ഒരു ജ്യൂസ് വേണം നമ്മൾ ഈ ഒരു സ്മൂത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് ഈ ഒരു കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലോട്ട് പ്രത്യേകിച്ച് ഞാൻ മധുരമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൽക്കണ്ടോ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ അത്യാവശ്യം ബനാനയിലും അതുപോലെ തന്നെ ആ ഒരു മാതളത്തിലുള്ള മധുരമാണ് ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റാഗി കുറുക്ക് റെഡിയാക്കിയ സമയത്ത് വേണമെങ്കിൽ അതിലോട്ട് കുറച്ച് കൽക്കണ്ട നിങ്ങൾക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഈ ഒരു സ്മൂത്തി നിങ്ങൾ രാവിലെ തന്നെ കുടിക്കുക. വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിരിക്കും. ഇപ്പം വെറും വയറ്റിൽ കുടിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇത് ഒരു ഗ്ലാസ് കുടിക്കുക. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു വട്ടം മാത്രം കൊടുത്താൽ മതിയായിരിക്കും, രാവിലെ മാത്രം കൊടുക്കുക. മുതിർന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെയും ഒരു ഗ്ലാസ് കുടിക്കുക. അതുപോലെ രാത്രി നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നോടിയായിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 15 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു 3-4 കിലോളം നിങ്ങളുടെ വെയിറ്റ് ഇത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണിത്. അപ്പോൾ മാക്സിമം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. ഇത് നമ്മുടെ വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു ടിപ്പായിട്ട് കാണാം. താങ്ക്